രമേശ് ചെന്നിത്തല അത് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആൾ, ഏറെ നാൾ പ്രവർത്തന പാരമ്പര്യം പരിചയമുള്ള ആൾ, മെയ്വഴക്കമുള്ള ആൾ, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നയവും നയജാതിരിയുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ആരുമായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടില്ല. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നയജാതിര്യം മാത്രമല്ല, സെൻട്രലിൽ വളരെ നാൾ പല മേഖലയിൽ പ്രവർത്തിച്ചും പരിചയപ്പെട്ടും ഹിന്ദിയും എല്ലാം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്ന ആളുകളാണെന്ന് വലിയ നേതാക്കന്മാരായി ഉയർന്നപ്പോൾ പോലും ആരുമാകാൻ സാധിക്കാതെ എല്ലാം സഹിച്ചും കൊടുത്തും മറ്റുള്ളവർക്ക് അധികാരം കൊടുക്കുമ്പോൾ അത് സഹിച്ചും നിന്ന ഒരു നേതാവാണ് രമേശ്. എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതേ 5 കൊല്ലം വിരൽ ചൂണ്ടി നിന്നുകൊണ്ട് പ്രഗത്ഭമായ രീതിയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള ആ പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നുള്ളത് നേരെ തന്നെയാണ്. ഇതിലാര് വേണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ അല്ല, നിങ്ങളോ അല്ല. ഇതിലാദ്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അവരുടെ തീരുമാനം അനുസരിച്ച് യുക്തമായ ആളുകൾ അവരെടുക്കട്ടെ. അതാരെടുത്താലും നമ്മൾ സ്വീകരിക്കാൻ ജനാധിപത്യത്തിൽ ബാധ്യസ്ഥരാണ്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ വരും. ഒന്ന് രമേശിന്റെ രാജിവെക്കണം, അതൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. MP സ്ഥാനം രാജിവെക്കേണ്ടി വരും, അവിടെയും ഒരു തെരഞ്ഞെടുപ്പ്. ആ 2 തെരഞ്ഞെടുപ്പിന് നേരിടാൻ സജ്ജമാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് സാധ്യത വരും. അങ്ങനെ വരികയാണെങ്കിൽ കൂടി ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചവർക്ക് ഇത് നിസ്സാരമല്ലേ? ഒരു 2 ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വേണം, അതിന് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും വേണം. അത് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമല്ല. ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ്. പിന്നെ മാത്രമല്ല, കോൺഗ്രസ് ഇവിടെ മാത്രമാണ്, ഇതുപോലെ എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ വലിയ തെരഞ്ഞെടുപ്പ് നടത്തി പാരമ്പര്യവും പരിചയവും പക്വതയും അറിവും ഉള്ള അവർക്ക് ഇത് വെറും നിസ്സാര കാര്യമാണ്. അതൊക്കെ പറ്റി പൊളിറ്റിക്സാണ്. അതൊക്കെ അങ്ങനെയുള്ള പലതും നടന്നിട്ടുണ്ടല്ലോ. അതൊക്കെ നടക്കാതിരിക്കാം. അതൊക്കെ എല്ലാം രാഷ്ട്രീയക്കാർക്ക് വിടുക. അത് രാഷ്ട്രീയ തീരുമാനമാണ്. അത് ഞാൻ അല്ലല്ലോ പറഞ്ഞപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് പഠിച്ച അവരുടെ അഭിപ്രായം പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അത് ഈ ചില ദുഷ്ടൈക ബുദ്ധികൾ ഇങ്ങനെ പറയും. പ്രത്യേകിച്ചും അത് പറയാൻ പ്രധാനമായിട്ട് വരുന്ന ലീഗുകാരാണ്. ഞാനൊരിക്കലും മുസ്ലിം വിരോധിയല്ല, മുസ്ലിങ്ങളെ എതിർത്തിട്ടുമില്ല. മുസ്ലിം കാണിച്ച ആ വിവേചനത്തിനെതിരെ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ക്രൂശിക്കാൻ നോക്കണം എന്തിനാണ്? ഞാൻ പറഞ്ഞ വിഷയം ശരിയോ തെറ്റോ എന്ന് പറയുന്നതിന് പകരം മുസ്ലിം സമുദായത്തിനെ മറ്റും ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? പക്ഷെ എൻ്റെ നിലപാട് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞതും തുടർന്നു തന്നെയായിരിക്കും. ആ നിലപാടിൽ നിന്നും മാറുകയില്ല ഞാൻ. അങ്ങനെ എന്നെ വലപ്പാമ്പ് കാണിച്ച് ആരും പേടിപ്പിക്കാനും നോക്കണ്ട. ഞാൻ കൂടി കൊണ്ടാണ് പിണറായി തോറ്റുപോയി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിരോധികളെ പറയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സമുദായത്തെ നശിപ്പിച്ച് കാണുന്ന കഴിയുന്ന ദുഷ്ടൈക ദൃക്കുകൾക്ക് എന്നുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, SNDP യോഗത്തെ തകർക്കാനോ തളർത്താനോ ഒരു പാർട്ടിക്കും ഒരു പുല്ലും ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾ ഒന്നാണ്. ഈ സംഘടന പലരും പുലർക്കാനും തകർക്കാനും പല രാഷ്ട്രീയക്കാരും നോക്കിയിട്ടുണ്ട്, ചില വ്യക്തികൾ നോക്കിയിട്ടുണ്ട്. ഇതൊന്നും ഇതിനേശത്തില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അതെല്ലാം ഒന്നിച്ചിനിയും പോകും.